30 വർഷം മുൻപ് ഇവിടെ വീടുണ്ടായിരുന്നില്ല. തുറസായ സ്ഥലമായിരുന്നു. രാഹുൽ കൂട്ടുകാർക്കൊപ്പം കളിക്കുന്നത് തൊട്ടപ്പുറത്തുള്ള വീട്ടിലിരുന്ന് അമ്മയ്ക്ക് കാണാമായിരുന്നു. കൺമുന്നിൽ നിന്നാണ് രാഹുൽ എങ്ങോട്ടോ മറഞ്ഞുപോയത്. ഉച്ചയൂണ് കഴിഞ്ഞ് ഇത്തിരി നേരം കളിക്കാൻ പോയ മകനെയും കാത്ത് അമ്മ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നു. എന്നെങ്കിലും എൻ്റെ മോൻ തിരിച്ചു വരും. ഓരോ വളർച്ച എൻ്റെ മോൻ്റെ ആ പ്രായത്തിലുള്ള പിള്ളേരെ കാണുമ്പോൾ അവൻ്റെ ഓരോ വളർച്ച ഞാൻ എൻ്റെ മനസ്സിൽ കണ്ട ഇരിക്കുന്നു. ഒരു ദിവസം എൻ്റെ കുഞ്ഞ് കയറി വരുമെന്ന പ്രതീക്ഷയിൽ തന്നെ ജീവിച്ചു പോകുന്നു. CBIയിലായിരുന്നു പ്രതീക്ഷ. പക്ഷേ നിരാശയായിരുന്നു ഫലം. പോലീസുകാരും ക്രൈം ഡിറ്റാച്ച്മെൻറ്റും ഒക്കെ അന്വേഷിച്ച് അതേ രീതിയിൽ തന്നെ CBI അന്വേഷിച്ചത്. ഞങ്ങൾക്ക് നല്ല പ്രതീക്ഷയായിരുന്നു CBI വന്നപ്പോൾ എന്തെങ്കിലും ഒരു തെളിവ് കിട്ടുമോ. പക്ഷെ ഒന്നുമില്ല. അവരിതുപോലെ കുറച്ച് പേരെ വിളിക്കും, റെസ്റ്റ് ഹൗസിലോട്ട് വിളിക്കും, അവിടെ നിന്ന് കുറച്ച് പേരെ കൊണ്ട് ചോദ്യം ചെയ്യും, വരും. അങ്ങനെയുള്ളൂ. പിന്നെ ഞങ്ങളുടെ ആ പ്രതീക്ഷയെ നഷ്ടപ്പെട്ടു. അമ്മയുടെ എന്തായിരുന്നു ഈ CBI അവസാനം പറഞ്ഞത്? ഉദ്യോഗസ്ഥർ CBI അവസാനം പറഞ്ഞ് ഞങ്ങൾക്കൊരു തെളിവും കിട്ടുന്നില്ല, എന്തെങ്കിലും തെളിവുണ്ട്, എന്തായാലും കുഞ്ഞ് ജീവിച്ചിരിപ്പുണ്ട്, ഒന്നും സംഭവിച്ചു കാണത്തില്ല. അത് കാരണം മരിച്ചിരുന്നെങ്കിൽ ഇതിനോടകം എന്തെങ്കിലും ഒരു തുമ്പ് കിട്ടിയാൽ നമുക്ക് പ്രാർത്ഥിക്കാം, എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക, എവിടുന്നെങ്കിലും എന്തെങ്കിലും സൂചന കിട്ടിയാലെന്നും പറഞ്ഞ് അവർ പോകുമായിരുന്നു. രാഹുൽ ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് പോലും കണ്ടെത്താൻ സെൻട്രൽ ബ്യൂറോ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആയില്ല. രഘുനാഥ് നാരായണൻ, മാതൃഭൂമി ന്യൂസ്, ആലപ്പുഴ.